സ്വാഗതം. And the desk and two and the can and the cone and the pack. Two and the can and the cone and the pack. Two and the can and the cone and the pack. Two and the can and the cone and the pack. Okay, 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 perfect, okay. ഇംഗ്ലീഷ് ടൈപ്പിംഗ് ചെയ്തിട്ട് മലയാളം ശരിയാവില്ല. പൊന്നളിയാ മച്ചാനത് ഒട്ടും ശരിയാവണില്ല അളിയാ. ഇതിനല്ലേ മച്ച ISM 3 ISM 6 ഉള്ള. അതെ, തെറ്റുകൂടാതെ മലയാളം ടൈപ്പ് ചെയ്യണമെങ്കിൽ ഗവൺമെന്റിന്റെ സൈറ്റായ സീഡാക്കിന് വേഗം പോയി ഡൗൺലോഡ് ചെയ്തോ മച്ചാനെ. അത് പോരളിയാ. എല്ലാവർക്കും നല്ല നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിലെ ഒരു ചോദ്യമാണ്: തെറ്റില്ലാതെ കൃത്യമായ മലയാള അക്ഷരങ്ങൾ ഉപയോഗിച്ച് മലയാളം ടൈപ്പിംഗ് പഠിക്കുവാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നു പോകും എന്ന ഈ പങ്ക്തിയോടുകൂടി നമ്മൾ ആരംഭിക്കുകയാണ്. പണ്ട് കാലത്ത് വളരെയേറെ പ്രശസ്തമായിരുന്നു മലയാളം ടൈപ്പ് റൈറ്റിംഗ്, ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗ് എന്ന് പഠിക്കുക. SLC കഴിഞ്ഞതിന് ശേഷം മിക്കവരും ഈ കോഴ്സ് ചെയ്തിട്ടുണ്ടാകും. പക്ഷേ ഈ കാലഘട്ടത്തിൽ ഇതെല്ലാം വേറിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും നടക്കുന്നുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതാണ്. KGT അത് കമ്പ്യൂട്ടർ സംബന്ധമായ മേഖലയിലേക്ക് മാറിക്കഴിഞ്ഞു. ഇപ്പോൾ അനിയന്ത്രിതമായ രീതിയിൽ നമുക്ക് കമ്പ്യൂട്ടർ ഷോപ്പുകളും പഠന മേഖലകളും വന്നതുകൊണ്ട് നമ്മൾക്ക് ഇത് വളരെ ഈസി ആയിട്ടുണ്ടെങ്കിലും ഒരു വിഭാഗത്തിന് ഇപ്പം കാണാച്ചാരട് പോലെ തന്നെ എടുക്കുകയാണ്. അതായത് നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിൽ നിങ്ങൾ എഴുതി കുത്തി കുറിക്കുന്ന മലയാളം വാക്കുകളും അതുപോലെ തന്നെ ഡെസ്ക്ടോപ്പുകളിൽ നമ്മൾ എഴുതുന്ന ഇംഗ്ലീഷ് ടൈപ്പുകളും ഒന്നും മാറ്റേണ്ട സമയം വന്നിരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ഭാഗങ്ങളായി തിരിച്ചിട്ടുള്ള മലയാളം ടൈപ്പിങ്ങിൻ്റെ ക്ലാസ് ഉണ്ട്. ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ലിങ്ക് നിങ്ങൾ കാണണം. അതായത് മലയാള ഭാഷ കൃത്യമായി ടൈപ്പ് ചെയ്യുന്നതിനുള്ള മംഗ്ലീഷ് ഒഴിച്ചുള്ള കൃത്യമായ ഒരു ക്ലാസ്സാണിത്. നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതാണ്. അതായത് ടൈപ്പിംഗ് നമ്മൾ എങ്ങനെ തുടങ്ങാം, ഇംഗ്ലീഷ് ഉപയോഗിച്ചിട്ട് പഠിക്കണോ, മറ്റേതെങ്കിലും സോഫ്റ്റ്വെയർ വാങ്ങണോ, നോക്കണോ, അങ്ങനെയൊക്കെ ഒരുപാട് കൺഫ്യൂഷൻ ഉള്ളവർക്ക് വേണ്ടിയാണ് ഈ ക്ലാസ്. നിങ്ങൾ യാതൊരു സംശയം വേണ്ട. നമ്മൾ അത്യാവശ്യം ഈ ഒരു ബോണ്ട് പേപ്പർ, ലെറ്റർ ഹെഡ്, ഒരു പ്രോജക്റ്റ് വർക്ക് ഇതിനൊക്കെ സഹായിക്കുന്ന മലയാളം ടൈപ്പിങ്ങിന് കേന്ദ്ര ഗവൺമെൻറ് സീഡാക്കാണ്. സീഡാക്കിൻ്റെ ഈ സൈറ്റിൽ ISM ആണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്. മലയാളം ടൈപ്പിംഗ് തെറ്റുകൂടാതെ പഠിക്കാൻ വേണ്ടിയുള്ളവർക്കാണ്. ഇതിന് ഇൻസ്ക്രിപ്റ്റ് ലിപിയാണ് വേണ്ടത്. ഇൻസ്ക്രിപ്റ്റ് ഇന്ത്യൻ ലാംഗ്വേജുകൾ, അതായത് ഇന്ത്യൻ ലാംഗ്വേജുകൾക്ക് വേണ്ടി പ്രത്യേക ലിപികൾ തയ്യാറാക്കി. ഇതിന് കൃത്യമായ കൈവിരലുകളെല്ലാം വെച്ചിട്ടാണ് നമ്മൾ ടൈപ്പ് ചെയ്യുക. ആൻഡ്രോയിഡിൽ എഴുതിയും കൊണ്ട് നമുക്ക് ചെയ്യാം, പക്ഷേ കമ്പ്യൂട്ടറിൽ അത് പറ്റില്ല. കൃത്യമായ രീതിയിൽ തന്നെ നമ്മളത് പ്രവൃത്തി ചെയ്ത് പഠിക്കണം. അതിൻ്റെ പാഠഭാഗങ്ങൾ നമ്മൾ സബ്സ്ക്രിപ്ഷനിൽ കൊടുക്കുക. പാർട്ട് 1 ആയിട്ടുള്ള ക്ലാസ്സുകളുണ്ട്. ഇതിന് ഗൂഗിളിൽ കയറിയതിന് ശേഷം നമ്മൾ ISM 3 ആണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. മനസ്സിലാക്കുക, ISM 3 ബേസിക് വേർഷനാണ്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ വേർഷനാണ്. നമുക്ക് ഒരുപാട് കാശ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഫ്രീ വേർഷൻ ആയിട്ടുള്ളുണ്ട്. അപ്പോൾ ഇതിലെ കുറച്ച് സെറ്റിങ്സാണ്. ഈ സെറ്റിങ്സിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പാഠങ്ങൾ പഠിക്കണം. അപ്പോൾ കണ്ടുപിടിക്കണമെങ്കിൽ ഞങ്ങളുടെ പാർട്ട് 1 ആയിട്ടുള്ള 9ാമത്തെ ക്ലാസ്സാണിത്. 8 വരെയുള്ള ഭാഗങ്ങളിൽ ഞാൻ ഓരോരോ ഭാഗങ്ങളിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. 2 ചങ്ക്സിൻ്റെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന പാഠഭാഗങ്ങളുടെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ തീർച്ചയായും കണ്ടത് പഠിക്കേണ്ടതാണ്. അപ്പോൾ ഇതിന് ഇപ്പോഴത്തെ ഓൺലൈൻ പഠനകാലത്ത് രക്ഷിതാക്കൾ കൂടി ഒരുപാടേറെ ബുദ്ധിമുട്ടുകൾ വന്നിരിക്കുകയാണ്. അപ്പോൾ അവരും അത്യാവശ്യം പഠിച്ചിരിക്കേണ്ടത് നല്ല തന്നെയാണ്. വിദ്യാർത്ഥികളോടൊപ്പം രക്ഷിതാക്കളും പഠിക്കാവുന്നതാണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു പ്രോജക്റ്റ് വർക്കൊക്കെ ചെയ്യണമെങ്കിലും ഇത് നമ്മൾ ബേസിക് ആയിട്ടുള്ള ഈ ISM 3 പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ട് മലയാളം ടൈപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിലിപ്പം വേർഡിൽ കയറി ഞാനിപ്പോൾ ജസ്റ്റ് എക്സാമ്പിളാണ് കാണിച്ചത്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, മുൻകൂട്ടി പറഞ്ഞ ആ ലിങ്കുകളിൽ പോയിട്ട് ഒന്ന് നിങ്ങൾ പാർട്ട് 1 മുതലും അതുപോലെ തന്നെ മലയാളം ടൈപ്പിംഗ് വളരെ ഈസി ആയിട്ടുള്ള ഞങ്ങളുടെ 10K വ്യൂവേഴ്സ് അടങ്ങിയ ഒരു പങ്ക്തിയുണ്ട്. അതിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഇരട്ടിപ്പ് വരുന്നത് എങ്ങനെയാണോ, അപ്പോൾ അക്ഷരങ്ങൾ എങ്ങനെ കൂട്ടി യോജിപ്പിച്ച് വരുന്നു, ചില്ലക്ഷരങ്ങൾ എങ്ങനെ ഉണ്ടാക്കുന്നു, ഇതെല്ലാം ഞാൻ കൃത്യമായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അതേപോലെ തന്നെ നമ്മൾ മംഗ്ലീഷ് അടിച്ചിട്ടായിരിക്കും ഇപ്പം നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മംഗ്ലീഷ് അടിച്ചു കഴിഞ്ഞാലൊന്നും കൃത്യമായിട്ട് ചില വാക്കുകൾ കിട്ടില്ല. അപ്പോൾ അതിനെല്ലാം നമ്മൾ തരണം ചെയ്യുന്നതാണ് ISM 3 തന്നെയാണ്. അപ്പോൾ ആ ISM 3 സീഡാക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സീഡാക്കാണ് ഇത് പ്രൊവൈഡ് ചെയ്തത്. ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഇത്രയും മംഗ്ലീഷ് അല്ലാത്ത രീതിയിൽ തന്നെ കൃത്യമായി തെറ്റുകൂടാതെ തന്നെ ഇത്തരം വാക്കുകളെല്ലാം നമുക്ക് കൈവിരലുകൾ വളരെ ഫാസ്റ്റായിട്ട് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ വരുന്നതാണ്. ശ്രദ്ധിച്ചുവല്ലോ. അപ്പോൾ നമുക്ക് തെറ്റുകൂടാതെ മംഗ്ലീഷ് ഉപയോഗിക്കാതെ തന്നെ കൃത്യമായ വാക്കുകൾ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് മലയാളം ടൈപ്പിംഗ് വളരെ ഈസി ആയിട്ട് തന്നെ മുന്നേറാവുന്നതാണ്. രക്ഷിതാക്കളോടും വിദ്യാർത്ഥികളോടും അതേപോലെ തന്നെ ഏത് പ്രായക്കാരോടും കമ്പ്യൂട്ടറിൽ മലയാളം ടൈപ്പിംഗ് പഠിക്കാനുള്ള ഏതൊരു താല്പര്യക്കാരോടും എന്നേ പറയാനുള്ളൂ. ISM 3 ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് പാഠഭാഗങ്ങൾ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. നോക്കി ലിങ്ക് നോക്കുക, പഠിക്കുക. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് മുന്നേറാവുന്നതാണ്. ISM 3ക്ക് ശേഷം ISM 6 വന്നിട്ടുണ്ട്. അത് യൂണിക്കോഡ് ഫോണ്ടാണ്. ഇത് MLTT ഫോണ്ടാണ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് പഠിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇനി സമയം കളയേണ്ട ആവശ്യമില്ല. നിങ്ങൾ തന്നെ വളരെ ഫാസ്റ്റായിട്ട് ടൈപ്പിംഗ് പഠിക്കുക. എല്ലാവിധ ആശംസകളും എല്ലാ പ്രായക്കാരോടും ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ പാഠഭാഗം നിർത്തുന്നു. വീണ്ടും നല്ല ഭാഗങ്ങളായിട്ട് ഇനി വീണ്ടും കാണാം. വണക്കം.
വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സബ്സ്ക്രൈബ് ആണ് നമ്മളുടെ ചാനലിന്റെ ഏറ്റവും വലിയ വളർച്ച. അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.